ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ ഞാൻ ദാ കതകൊക്കെ തുറന്ന് നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് നിരീക്ഷിക്കുവായിരുന്നു. എന്താണ് ഇന്നത്തെ അവസ്ഥയെന്ന് അറിയത്തില്ലല്ലോ. മഴയ്ക്ക് വല്ല കോളുണ്ടോ എന്നുള്ളത്. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പൊ പതിവ് പോലെ ഇന്നത്തേക്ക് നമുക്ക് രാവിലെ പാലപ്പമാണ്. അപ്പൊ ചൂടോടെ പാലപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പൊ അതുമൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ തോരൻ വെക്കാന്ന് വിചാരിച്ചു. എൻ്റെ ചെറുക്കനെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കഴിപ്പിക്കണമെങ്കിൽ കുറച്ച് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ തോരൻ വെച്ചിട്ട് ഞാൻ ചോറ് എടുത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് വെക്കുവേ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ചോറിൽ നിന്ന് ഒന്നും എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതിനാണ് ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ കാണിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത്. വ്യാഴാഴ്ച മഴയായത് കാരണം പോയില്ല. വെള്ളി അവധി, ശനി അവധി, ഞായർ അവധി. ഇന്നാണ് ഇപ്പോൾ പോകുന്നത്. ഇന്നിപ്പോൾ 2 പേർക്കും ചോറ് കൊണ്ടുപോകണം. അച്ചാച്ചനും കൊണ്ടുപോകണം, ചുട്ടനും കൊണ്ടുപോകണം. ഇപ്പോൾ ദാ ഇന്നത്തെ സാമ്പാറുണ്ട്. ഈ സാമ്പാർ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചതാണ്. അതുകൊണ്ട് സാമ്പാറുണ്ട്, തോരനുണ്ട്, മീൻ കറിയുണ്ട്. ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ ഓടിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ച് ഞാൻ ദാ വിളിക്കാൻ പോയതാണ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, മാരത്തോൺ ഏതോ ഓട്ടം കഴിഞ്ഞ് കിടക്കുവാന്ന് തോന്നുന്നു. കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുന്നത് കണ്ടോ. 2നെ ഞാൻ എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് ദാ വാതുക്കെ പോയി ഇനി ഒരു 5 മിനിറ്റ് കൂടെ കിടന്നൊന്ന് ക്ഷീണമൊക്കെ തീർക്കുവാണേ. ഇന്നിപ്പോൾ അമ്മ വീട്ടിലുണ്ട്. അമ്മയ്ക്ക് അവധിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അതുകൊണ്ട് രാവിലെ അമ്മയും കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അതുപോലെ തന്നെ എനിക്കും ഇന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമാണ്. ഞാനൊരു പരിപാടിയുണ്ട്. എനിക്കൊന്ന് പോണം. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് ചേട്ടായി പോകുന്നതിനോടൊപ്പം അവളെയും കൂടെ ഒന്ന് റെഡിയാക്കി ഇനി ബാക്കിയുള്ള സമയം ഫുള്ള് അവളെ കഴിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. കൃത്യം ഒരു 9:30 9:30 10 മണിയാവും ഇവളുടെ എപ്പോൾ ഒരുങ്ങിയാലും അപ്പം തൊട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ച് തീരത്തുള്ളേ. അപ്പോൾ ഇവളെയും കഴിപ്പിച്ച് ഞാൻ അംഗനവാടി പോട്ടെ. ടാറ്റാ.